വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഭയങ്കര രീതിയിൽ ബ്രൈറ്റൻ ആക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ബ്രൈറ്റനിങ് പാക്ക് പ്രധാനമായിട്ടും യൂസ്ഫുൾ ആവുന്നത് ഡെയിലി ടാൻ ഒക്കെ അടിക്കുന്നവർക്കാണ്. ചില അസുഖമായിട്ട് റിലേറ്റ് ചെയ്ത് ചില ആൾക്കാർക്ക് ഫേസിലൊക്കെ കറുപ്പ് വരാറുണ്ട്. ഇപ്പോൾ കണ്ണിന് ചുറ്റും, അതുപോലെ തന്നെ കവിളിൻ്റെ ഏരിയ, കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു മെഡിസിൻ യൂസ് ചെയ്തതിനോടൊപ്പം തന്നെ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മുടെ പച്ചരി പൊടിച്ചെടുത്തതാണിത്. അല്ലെങ്കിൽ അത് വാങ്ങിക്കാനും കിട്ടും, അതായാലും മതി. എന്തായാലും അരി പൊടിച്ചത് ഒരു കുറച്ച് പോർഷൻ നമുക്ക് വേണം. അപ്പോൾ ഇതിൽ ആ തരി തരിയായിട്ട് കിടക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല സ്ക്രബിൻ്റെ എഫക്റ്റാണ് തരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്, ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെറുതെ എടുത്താൽ പോരാ. ഇത് നമ്മൾ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഒന്നുകിൽ കുക്കറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ടോ ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ പീൽ ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വേറൊരു ചെറിയ പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. തേനിൻ്റെ ഒരു ചെറിയ പോർഷൻ മതി. പിന്നെ നമ്മളത് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഞാൻ ചെയ്യുന്നത് ആ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് വേണ്ടുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഇത് പുഴുങ്ങിയെടുത്തതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് തണുക്കാൻ വെക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ ചെറിയ ചെറിയ പോർഷനായിട്ട് ഉടച്ചെടുക്കണം. അതിൽ കട്ടയൊന്നും ഇല്ലാതെ മാക്സിമം നല്ല രീതിയിൽ ഉടച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത് കുറച്ച് പണിയാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ആദ്യം തന്നെ. അങ്ങനെ ഫൈനലി നമുക്കത് പ്രോപ്പറായിട്ട് ഉടച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തേനാണ് ഒഴിക്കുന്നത് ഞാൻ. അപ്പോൾ തേനും ഇത് നന്നായിട്ട് പ്രോപ്പറായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇങ്ങനെയാണ് അതിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ആവുന്ന പോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി തേൻ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും എല്ലാ പോർഷനിലും പറ്റണം. നന്നായിട്ടത് ബ്ലെൻഡ് ആവുന്ന പോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂടെ മിക്സായി കിട്ടുമ്പോഴത്തേനും നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിച്ചു നോക്കിയാലും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. ഓക്കെ, എനിവേ എന്തായാലും നല്ല രീതിയിൽ അത് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ കട്ടി കൂടും കേട്ടോ. അപ്പോൾ നമുക്കതൊരു പ്രോപ്പർ അളവിന് തന്നെ സെറ്റായി കിട്ടണം. അപ്പോൾ കുറച്ച് പോർഷൻ അരിപ്പൊടിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു കട്ടിയായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ആ ഒരു ഫോമിൽ നമുക്ക് എന്തായാലും ഫേസിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം, ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഫേസിലിടാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമുക്ക് സെറ്റായി കിട്ടും. ഇൻ കേസ് അത് സെറ്റായി വരുന്നില്ലെങ്കിൽ സെറ്റാവുന്ന എത്രയാണോ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർക്കുന്നത് കൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. കാരണം നമുക്ക് ഫേസിലിട്ടിട്ട് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് മസാജ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് കട്ടി കൂടിക്കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ആ ഒരു അളവിന് നമുക്കറിയാമല്ലോ, നമുക്ക് കാണുമ്പോൾ അറിയാലോ, ആ ഒരു പരുവത്തിന് സെറ്റാക്കി എടുത്തോളൂ. അപ്പോൾ ഞാനിത് കണ്ടോ ഫേസിലിട്ടപ്പോൾ കുറച്ച് കട്ടി കൂടി പോയതുകൊണ്ട് പ്രോപ്പറായിട്ട് ഫേസിൽ ഇരിക്കുന്നില്ല. പിന്നെ അതെല്ലാം ഡ്രസ്സിലും വീഴും, തറയിലൊക്കെ വീഴും. അത് പിന്നെ ഇരട്ടി പണിയാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഫോമിലിരിക്കുന്ന പോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നതാണ് നല്ലതാണ്. എനിക്കത് ഫേസിലിടുമ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ആ ഉരുണ്ടൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മസാജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിലെല്ലാം. ഇപ്പോൾ സെറ്റായി. ഈ ഒരു തിക്നെസ്സിലാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലാ പോർഷനിലും കറക്റ്റ് ഇട്ട് കൊടുക്കുക. നെറ്റിയിലും അതുപോലെ തന്നെ മെയിൻലി നമ്മുടെ മൂക്കിൻ്റെ സൈഡ്, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും ഡെഡ് സ്കിന്നൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, അവിടെയൊക്കെ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുക. കഴുത്തിലിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കഴുത്തിലൊക്കെ കറുപ്പുള്ളവർക്ക് ആ കറുപ്പുള്ള ഏരിയയിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ചേഞ്ച് മനസ്സിലാവും.
അപ്പോൾ എല്ലായിടം പ്രോപ്പറായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും. എന്നിട്ട് നമുക്ക് പതുക്കെ കയ്യിൽ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ മൂക്കിൻ്റെ അവിടെ അതുപോലെ തന്നെ ഈ ഡെഡ് സ്കിന്നൊക്കെ ഇരിക്കുന്ന ഏരിയാസിലൊക്കെ നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും മസാജ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും കവിളിന് താഴേക്ക് മസാജ് ചെയ്യരുത്. എപ്പോഴും മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രമേ സ്കിന്നിൽ മസാജ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ സ്കിൻ തൂങ്ങും, താഴെ ഡബിൾ ചിന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും മുകളിലേക്ക് മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് മസാജ് ചെയ്യാൻ അറിയാത്തവരത് നോക്കി പഠിക്കണം കേട്ടോ. എന്നിട്ട് വേണം മസാജ് ചെയ്യാൻ. അപ്പോൾ ഞാൻ മസാജ് ചെയ്തിട്ട് ഇനി കുറച്ച് നേരം ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഫേസ് എല്ലാം പോയി വാഷ് ചെയ്തിട്ട് വന്നു. വാഷ് ചെയ്തെടുക്കുമ്പം കണ്ടില്ലേ, അപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിലൊരു ബ്രൈറ്റൻ ആയ പോലെ എനിക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട്. മാത്രമല്ല സ്കിൻ തൊട്ട് നോക്കുമ്പോഴായിരുന്നു നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ മെയിനായിട്ടും എനിക്ക് ബ്ലാക്ക് ഹെഡ്സോ അല്ലെങ്കിൽ ഡെഡ് സ്കിന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ മൂക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ ആ താടിയുടെ ഭാഗത്തൊക്കെയാണ്. അവിടെ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ഡെഡ് സ്കിൻ പോലും ഞാൻ എൻ്റെ ഫേസിൽ കണ്ടില്ല. അത്രത്തോളം നല്ല രീതിയിൽ ക്ലെൻസ് ആയിട്ടുണ്ട്. പൊട്ടറ്റോ നല്ല രീതിയിൽ ബ്രീത്ത് തരാനും സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.